മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, കള്ളത്തരമുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല, കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനവിടെ പോയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനിയും പറയാനുള്ളത്, നമുക്ക് അന്ന് SIT വിളിക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ വിളിക്കും. നിങ്ങൾ വരണം. ഈ പറയുന്നത് കേട്ടാൽ, ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷെ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ നേർക്ക് ഈ ചോദ്യം എറിയുമ്പോൾ മുഖ്യമന്ത്രിയും CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശബരിമല ശാസ്താവിന്റെ വിഗ്രഹവും പ്രഭാമണ്ഡലവും എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന തരത്തിൽ പുതിയ ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ CPMന്റെ കൃത്യമായ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. SIT ഉദ്യോഗസ്ഥന്മാരെ വരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള കിംവദന്തികളും വാർത്തകളുമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലും വിദഗ്ധമായ മറ്റൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് CPMന്റെ നേതാക്കളാണ് എന്നുള്ളത് CPMന്റെ ഉറക്കം കെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അടപടലം പൊട്ടി നാറി വിണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് വരുന്ന 3 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പിണറായി വിജയനോ CPMനോ സാധിക്കാത്ത അവസ്ഥ വരും എന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി CPMകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശിനെ വരെ ഇതിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ സമുന്നത നേതാവും പാർലമെന്റേറിയനുമായ അടൂർ പ്രകാശിനെ ഈ കേസിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നതിന്റെ കാരണം CPMന് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അത്തരം പ്രചരണ വേലകൾ CPMന്റെ സൈബർ സഖാക്കളും ആരംഭിച്ചിരിക്കുന്നു. അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM അടപടലം നാണം കെട്ട് നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ശബരിമലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ടി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കൃത്യമായ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒത്തു നിൽക്കുന്ന പടം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർ അടൂർ പ്രകാശിനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിരോധം തീർക്കുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ തലയിൽ വിരിഞ്ഞ കാഞ്ഞ ബുദ്ധിയാണ്. ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള കുതന്ത്രം മാത്രമാണെന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. തന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു അംഗമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആവശ്യവുമായി തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനാണ് തന്നെ സമീപിച്ചത്. ആ അന്നദാനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ താൻ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുകൂടി അടൂർ പ്രകാശ് പറഞ്ഞു. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തത് അടൂർ പ്രകാശാണ് എന്നുള്ളത്
പത്രക്കാരോട് തന്നെ അടൂർ പ്രകാശ് വിശദീകരിക്കുന്നുണ്ടായി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. സോണിയാഗാന്ധിയുടെ പ്രോഗ്രാം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അടൂർ പ്രകാശ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനാവും. അത് പരിശോധിക്കാൻ തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ഇത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയുടെയും കുതന്ത്രം തന്നെയാണ്. അതായത് CPM ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടപടലം നാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ മാത്രമല്ല എന്ന് പൊതുജന മധ്യത്തിൽ ഒരു ധാരണയുണ്ടാക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ നാറിയ കളി തന്നെയാണ്, നാറിയ രാഷ്ട്രീയം തന്നെയാണ് ഇതിലൂടെ പ്രകടീകൃതമാകുന്നത് എന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. SIT തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ള മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. എന്നെ ഇതുവരെയും SIT ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ SIT എന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ വിവരം അറിയിക്കും. നിങ്ങളുടെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യണം എന്ന് SITയോട് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അവരതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും SITയോട് പറയുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നുകൂടി അടൂർ പ്രകാശ് പറയുന്നു. മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ ഭയമില്ല. ഇത് മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ് വഴിയിൽ ഇത്തരത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്നത്. എന്തായാലും CPMന്റെ 10 സമുന്നതരായ നേതാക്കളും സംഘടനാ പ്രവർത്തകരും എല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിനെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെന്ന് വരുത്തി തീർത്ത് ജനങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി വോട്ട് തട്ടാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാറിയ രാഷ്ട്രീയമാണ് ഇതിലൂടെ പ്രകടീകൃതമാകുന്നത് എന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൊണ്ട് SITക്കും അല്ലെങ്കിൽ പോലീസുകാർക്കും ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ഇതിനെല്ലാം പുറകിൽ, തന്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതിന്റെ പിറകിൽ പി ശശിയുടെ തലയാണ് എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഭയവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഭയമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഈ പറയുന്നത് കേട്ടാൽ, ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷെ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത്. ഞാൻ ഇന്നലെ ശിവഗിരിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു. ഇതെല്ലാം പങ്കെടുക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആളുകളെ അറിയിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം ഒളിച്ചു പോയതാണ് എന്ന് വീണ്ടും അടുത്ത വാർത്ത നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തത്. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും. അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറെയൊക്കെ അറിയാമെന്നുള്ളതാണോ ആർക്ക്? താങ്കൾക്ക്
എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടി അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുന്നത്. സോണിയാഗാന്ധിയെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്ത അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യമുള്ളവരല്ലേ, നിങ്ങളൊന്ന് പരിശോധിക്ക്. അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല. അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, കള്ളത്തരമുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല, കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും എന്നെ വന്ന ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. മാത്രമല്ല, ശബരിമലയിൽ നടന്ന അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ക്ഷണിച്ചിരുന്നു, ഞാനവിടെ പോയിരുന്നു, അതിൻ്റെ ഉദ്ഘാടനം ഞാൻ നിറവേറ്റിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനി പറയാനുള്ളത്, നമുക്ക് അന്ന് SIT വിളിക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടെ വിളിക്കും, നിങ്ങൾ വരണം എന്നുകൂടി. നിങ്ങളുടെ പിന്നെ എല്ലായിടത്തും തിരുവനന്തപുരത്തായിരിക്കുമല്ലോ വിളിക്കുന്നത്, എവിടെയാണെന്ന് അറിയില്ല, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. വിളിക്കുന്നത് എവിടെയാണെന്ന് വല്ലതും അറിയാവോ? അത് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അറിയിക്കണം. എന്ന് വെച്ചാൽ എവിടെയാണ് ഞാൻ കാണേണ്ടതെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ക്യാമ്പ് 3, 4 അല്ല 4, 5 വെച്ചിരിക്കുകയാണ്. ആ ദിവസങ്ങളിലാണോ വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തും എന്ന കാര്യത്തിൽ. അതുകൊണ്ട് എങ്ങും ഒളിച്ചോടി പോയില്ല. അടൂർ പ്രകാശ് ഇവിടെ തന്നെ കാണും. ഇവിടെയല്ല, ഞാൻ പറഞ്ഞത് എൻ്റെ നിയോജകമണ്ഡലത്തിലുണ്ടാകും. നിങ്ങൾക്കും അതിൻ്റെ വാർത്തകൾ കൃത്യമായി തന്നിരിക്കും.